ഹായ് ഹലോ, എൻ്റെ പേരാണ്. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അതായത് കേരളം, തമിഴ്നാട്, കർണാടക, അല്ലെങ്കിൽ ഹിന്ദി, തെലുങ്ക്, അങ്ങനെ ഇഷ്ടം പോലെ ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിൽ നമ്മുടെ മലയാളത്തിലൊരു പേരുണ്ട്, മോളിവുഡ്. പക്ഷെ അത് തിരുത്തി കുറിക്കേണ്ട ഒരു 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 ഇത് നമുക്കത് മാറ്റി എൽവുഡെന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മാസങ്ങളിൽ, അതായത് കഴിഞ്ഞ 2 മാസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ബോളിവുഡിന് 400 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ, അതായത് കളക്ഷൻ നമുക്ക് ലാലേട്ടൻ സിനിമകളിലൂടെ നേടാൻ സാധിച്ചു. അതായത് തിയേറ്റർ ഓണേഴ്സിൻ്റെ എല്ലാ ബാധ്യതകളും തീർക്കാൻ എമ്പുരാന് സാധിച്ചെങ്കിൽ തിയേറ്റർ ഓണറുകളുടെ ആ ഒരു പ്രോഫിറ്റിലേക്ക് കടത്താനായിട്ട് നമ്മൾ തുടരുവാൻ സാധിച്ചു. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ആശീർവാദ് സിനിമാസ് പറഞ്ഞോട്ട് 200 കോടി ക്ലബ്ബും കടന്നിരിക്കുകയാണ്. നമ്മളെ തുടരും. ഇപ്പോൾ ലാലേട്ടൻ്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടൻ ഫാൻസിനും അതുപോലെ തന്നെ ഒരു സിനിമ പ്രേമിക്കും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയായി നമ്മൾ തുടരും മാറിയിരിക്കുകയാണ്. ഇപ്പോൾ തുടരും കഴിഞ്ഞ ദിവസം 200 കോടി ക്ലബ്ബ് നേടിയെന്ന് അറിയിച്ചു. അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ്, അതായത് 2018 ആ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള ആ ഒരു ക്യാപ്പ് നമ്മളെ തുടരും നേടിയെടുത്തിരിക്കുകയാണ്. അത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും നേടിയിരിക്കുകയാണ്. അപ്പം ഇൻഡസ്ട്രി ഹിറ്റായിരിക്കുന്നു. അതുപോലെ തന്നെ വേൾഡ് വൈഡ് 200 കോടി നേടിയിരിക്കുകയാണ്. ഈ ഇന്ത്യയിലെ ഏത് മുൻനിര നമ്മുടെ ഇൻഡസ്ട്രി എടുത്തെന്ന് പറഞ്ഞാലും, സിനിമ ഇൻഡസ്ട്രി എടുത്തെന്ന് പറഞ്ഞാലും തുടർച്ചയായിട്ടൊരു വിജയമില്ല. നമ്മുടെ മലയാളത്തിന്, അതായത് 1980, 1990, 2000, 2010, 2020 ഈ 5 കാലഘട്ടത്തിൽ ഇൻഡസ്ട്രി ഹിറ്റുള്ള ഏക നടൻ നമ്മുടെ സ്വന്തം കംപ്ലീറ്റ് ആയിട്ട് മോഹൻലാലാണ്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ആ ഒരു വിജയങ്ങൾ നമ്മൾ ഓരോ മലയാളിക്കും ആഘോഷിക്കാവുന്നതാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ഇതുവരെയുള്ള ആ ഒരു സിനിമാ ചരിത്രത്തിൽ, അതായത് ഒരുപാട് ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് ലാലേട്ടൻ്റെ സിനിമകൾക്ക് അധികം പ്രചാരം എന്നല്ലാതെ നമുക്കെന്താ പറയുക, ഒരു ഫാൻസിനെ ആഘോഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു മലയാള സിനിമയിൽ നല്ലൊരു ഒരു 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 എന്താ പറയുക സിനിമകൾ ലഭിച്ചിട്ടുന്നില്ല. പക്ഷേ ഈ കുറച്ച്, അതായത് 2025 ലാലേട്ടൻ്റെ സുവർണ്ണ വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ ഇറങ്ങി നല്ല മികച്ച വിജയം നേടി. ഇപ്പോൾ തുടരും ഇറങ്ങിയിരിക്കും, അത് മികച്ച വിജയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലാലേട്ടൻ്റെ ഒരു സുവർണ്ണ വർഷമായിട്ട് നമ്മുടെ 2025 കണക്കാക്കാം. ഇപ്പോൾ ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലെ, അതായത് നമ്മുടെ കോവിഡിന് മുമ്പ് എന്നൊക്കെ പറയാം, ആ സമയത്ത് ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കോവിഡിന് ശേഷം അധികം സിനിമകളൊന്നുമില്ല. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളും ലാലേട്ടൻ തൂക്കിയിരിക്കുകയാണ്. അതായത് എല്ലാത്തിനെയും തൂക്കി. കാരണം പറയാനായിട്ട്, ഇതുവരെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രി ഹിറ്റ് ആണെങ്കിലും ഇപ്പോൾ ലിയോയുടെ FD വെച്ച് എല്ലാവരും കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, അതും തൂക്കി. ഇപ്പം ഓൾ ഇന്ത്യ ഗ്രോസ് അത് തൂക്കി. തുടങ്ങിയ നമ്മുടെ ദൃശ്യം, അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി 100 കോടി തുടങ്ങിയ പുലിമുരുകൻ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ 100 കോടി ഗ്രോസ് നേടി തുടരും. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ലാലേട്ടൻ സ്വന്തമായിരിക്കുകയാണ്. ഇപ്പോൾ 16 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ തുടരുമെന്ന് ഇപ്പോഴും നല്ല ഒക്യുപ്പൻസി ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിയ പടക്കളം, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, സർക്കിട്ട് തുടങ്ങിയ സിനിമകളിലൂടെ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു, അതായത് 100Kക്ക് മുകളിൽ ഒരു ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഒക്യുപ്പൻസിയിലാണ് ഇപ്പോഴും തുടരും ഹോൾഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പല റെക്കോർഡുകളും ലാലേട്ടൻ നേടുമെന്ന് ഉറപ്പാണ്. ഇപ്പം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 2 മാസം, അതായത് എമ്പുരാൻ ഇറങ്ങി വൻ വിജയമായി, തുടരും ഇറങ്ങി വൻ വിജയമായി, ഇനി അതിലും മേളിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ മാസം ഫാൻസിനെ ആഘോഷിക്കാനായിട്ട് ചോട്ട മുമ്പ് റിലീസ് ചെയ്യുകയാണ്. മണിയമ്പിള്ള രാജു തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് 24-ാം തീയതി 4K ഡോൾബി അറ്റ്മോസ് HDR തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള മെയ് 21 ലാലേട്ടൻ ഫാൻസിനെ ആഘോഷിക്കാനുള്ള ഒരു സംഭവം റെഡിയാണ്. ഇനി ലാലേട്ടനെ അടുത്ത് വരുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ലാലേട്ടൻ്റെ വരാനുള്ള MMMN, അതുപോലെ തന്നെ ദൃശ്യം 3, അമൽ നീരദ് മൂവി, അതുപോലെ തന്നെ ഹൃദയപൂർവ്വം, ജിത്തു മാധവൻ മൂവി, ഇത്രയാണ് കൺഫേം ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എമ്പുരാൻ്റെ 3ാമത്തെ പാർട്ട് ഇറങ്ങും എന്ന് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫർ ഇറങ്ങി, എമ്പുരാൻ ഇറങ്ങി, എന്തായാലും അതിലൊരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പാർട്ടായിട്ടാണെന്ന് പൃഥ്വിരാജ് അതുപോലെ തന്നെ മുരളിഗോപിയും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിനി അടുത്ത അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണ് നോക്കാം. അതായത് ഓണം റിലീസായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഓടും കുതിര ചാടും കുതിര, വിലായത്ത് ബുദ്ധ, അതുപോലെ തന്നെ ഹൃദയപൂർവ്വം. ലാലേട്ടൻ, പൃഥ്വിരാജ്, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ 3 പേരുടെ ക്ലാഷ് ആയിരിക്കും പോകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മലയാളം അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, DQൻ്റെ I Am Game, അതിലേക്ക് തമിഴ് ആക്ടർ കതിർ എൻ്റർ ആയിരിക്കുകയാണ്, അത് ജോയിൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ ആട് 3 അതിൻ്റെ പൂജ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുകയാണ്.
മെയ് 23 ഈ മാസം 23-ാം തീയതി നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ധ്യാൻ ശ്രീനിവാസൻ്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ റിലീസാണ്. ഈ മാസത്തെ മെയ് OTT റിലീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 15-ാം തീയതി മരണമാസം റിലീസാണ്. അതുപോലെ തന്നെ ആലപ്പുഴ ജിംഖാന ഈ മാസം പകുതിയോടുകൂടി റിലീസ് ആകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ജിയോ ഹോട്ട്സ്റ്റാർ സമീപിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അറിയില്ല. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.